ഹായ് കൂട്ടുകാരെ, നമ്മൾ 6th സ്റ്റാൻഡേർഡിലെ അടുക്കള എന്ന പാഠത്തിൻ്റെ വിശദീകരണം ചെയ്തു കഴിഞ്ഞു. കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങൾക്ക് കൂടെ ഉൾപ്പെടുത്തണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, സാധിച്ചില്ല. ഈ വീഡിയോയിൽ അടുക്കള എന്ന പാഠത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളാണ് നാം ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, കവിതയിലേക്ക് എന്ന ഭാഗത്തിൽ നാടിൻ്റെയും വീടിൻ്റെയും സമൃദ്ധിയെക്കുറിച്ച് കവിതയിൽ എന്തെല്ലാം പറയുന്നുണ്ട്? വ്യത്യസ്തങ്ങളായ ധാന്യങ്ങൾ ഒന്നിനൊന്ന് മെച്ചമായി വളരുന്നു. നെല്ല്, ഗോതമ്പ്, ചോളം, ബാർലി തുടങ്ങിയ ധാന്യങ്ങളും കരിമ്പ്, മുന്തിരി, മധുരനാരങ്ങ തുടങ്ങിയ പഴവർഗ്ഗങ്ങളും മത്സരിച്ച് വിളയുന്നതായി പറയുന്നതിലൂടെ നാടിൻ്റെ സമൃദ്ധിയെയും ആട്, കോഴി, താറാവ്, പന്നി എന്നിവ ഒരുമിച്ച് വളരുന്നു എന്ന് പറയുന്നതിലൂടെ വീടിൻ്റെ സമൃദ്ധിയെയും സൂചിപ്പിക്കുന്നു. അടുത്ത ചോദ്യം, അടുക്കളയിൽ എപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന പണികൾ എന്തെല്ലാമാണ്? കറിക്ക് നുറുക്കുക, മീൻ നന്നാക്കുക, ഇറച്ചി വെട്ടുക, അരിയോ ഗോതമ്പോ അരയ്ക്കുക, മല്ലിയോ മുളകോ അരച്ചുകൊണ്ടിരിക്കുക, ഇഞ്ചി, പുതിന തുടങ്ങിയവ ചതയ്ക്കുക. ഇതൊക്കെയാണ് അടുക്കളയിൽ എപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത്. വിശന്ന് നിലവിളിക്കുന്നവർ. ചോദ്യം 1, അടുക്കളയിൽ വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നത് ആരായിരിക്കും? വീട്ടിലെ മുഴുവൻ ജോലികളും ചെയ്യുന്ന അവസാനമില്ലാത്ത പണികളിലേർപ്പെടുന്ന അമ്മമാർ. നിരന്തരമായ പണികൾക്കിടയിൽ ഭക്ഷണം കഴിക്കാൻ പോലും നേരമില്ലാതെ അടുക്കളയിൽ വിശന്ന് നിലവിളിക്കുന്നത് ഈ അമ്മമാരാണ്. അടുത്തത്, ഇത്രയും സമൃദ്ധമായ അടുക്കളയിൽ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിക്കാൻ കാരണം എന്താവും? ഇന്നത്തെ കാലത്തെ സ്ത്രീകൾ എന്നതിലുപരി പണ്ടത്തെ സ്ത്രീകളെയാവാം എഴുത്തുകാരൻ സൂചിപ്പിച്ചിരിക്കുന്നത്. യന്ത്രങ്ങളുടെയും മറ്റും സഹായമില്ലാതെ സ്വയം വീട്ടുജോലികളിൽ ഏർപ്പെടുന്ന അമ്മമാർ വീട്ടിലെ ഓരോരുത്തരുടെയും കാര്യം നോക്കുമ്പോൾ സ്വന്തം വിശപ്പ് പോലും മാറ്റാൻ നേരം കണ്ടെത്താറില്ല. അവരാണ് വിഭവസമൃദ്ധമായ അടുക്കളയിലായിട്ട് പോലും വിശന്ന് നിലവിളിക്കേണ്ടി വരുന്നത്. അടുത്ത പ്രവർത്തനം, അടുക്കളയ്ക്കുള്ളിൽ. മയങ്ങാറുണ്ടാവില്ലവളോളം വൈകിയൊരു നക്ഷത്രവും ഒരൊറ്റ സൂര്യനും അവളേക്കാൾ നേരത്തെ പിടഞ്ഞെണീറ്റില്ല. സംക്രമണം, ആറ്റൂർ രവിവർമ്മ. അടുക്കളയിലെ തേഞ്ഞു തീരുന്ന വീട്ടുപകരണമാണ് ഞാൻ. എൻ്റെ കുട്ടികൾക്ക് ചിലപ്പോൾ എണ്ണമറ്റ പലഹാരങ്ങൾ നിർമ്മിക്കുന്ന ഒരു യന്ത്രമാണ് ഞാൻ. പ്രതിഷ്ഠ, സാവിത്രി രാജീവൻ. ഈ കവിതാഭാഗങ്ങൾ അടുക്കളയിൽ എന്ന കവിതയുമായുള്ള ബന്ധം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. സംക്രമണം എന്ന ആറ്റൂർ രവിവർമ്മയുടെ കവിതയിൽ അടുക്കളയിലെ അവസാനമില്ലാത്ത പണികളിൽ ഏർപ്പെടുന്ന അമ്മമാരെയാണ് സൂചിപ്പിക്കുന്നത്. സൂര്യൻ ഉദിക്കുമ്പോൾ നക്ഷത്രങ്ങൾ അപ്രത്യക്ഷമാകും. സൂര്യരശ്മിയുടെ തീഷ്ണതയിൽ മങ്ങുന്നത്. നക്ഷത്രത്തെക്കാൾ വൈകി ഉറങ്ങുന്നവളും സൂര്യനേക്കാൾ നേരത്തെ ഉണരുന്നവളുമാണ് എന്നതിലൂടെ വിശ്രമമില്ലാത്ത അമ്മയുടെ ജോലിയെ സൂചിപ്പിക്കുന്നു. സാവിത്രി രാജീവൻ്റെ പ്രതിഷ്ഠ എന്ന കവിതയിൽ കുടുംബത്തിനു വേണ്ടി നിരന്തരമായി പണിയെടുത്ത് തേഞ്ഞു തീരുന്ന വീട്ടുപകരണമാണെന്ന് സ്വയം പറയുന്നു. 2 കവിതകളിലും അടുക്കളയിൽ തളയ്ക്കപ്പെടുന്ന സ്ത്രീകളെയാണ് സൂചിപ്പിക്കുന്നത്. കൂട്ടുകാരെ, ഈ പാഠത്തിൻ്റെ പഠന പ്രവർത്തനങ്ങൾ ഇവിടെ തീർന്നു. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കുക, എഴുതിയെടുക്കുക, നന്നായിട്ട് പഠിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.